എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മുടെ മാർക്കറ്റ് നല്ല ഡൗൺ ട്രെൻഡിലായിരുന്നു. ഓപ്പണിംഗ് ജസ്റ്റ് CPRൻ്റെ മുകളിൽ വന്ന് ഓപ്പണിംഗ് ആയിട്ട് ഒറ്റ ക്യാൻഡിൽ തന്നെ 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ തന്നെ CPR മൊത്തം കവർ ചെയ്ത് താഴെ പോയി. നമുക്ക് എൻട്രി എടുക്കുന്നവർക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാം, അതല്ല എങ്കിൽ 20 MA വെച്ചിട്ട് ഈ റേഞ്ചിൽ എടുക്കാം. ഈ ഹൈയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അപ്പോൾ ഓപ്പണിംഗ് ഡൗൺ വന്ന് പ്ലസ്സിൽ പോയി, അതിനുശേഷം ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ട്, 20 MA വെച്ചിട്ട് ഇവിടെ ഒരു എൻട്രി ഉണ്ട്. ആ രണ്ട് എൻട്രിയിൽ നമുക്ക് ഹെവി പ്രോഫിറ്റാണ്. അതിനുശേഷം ഇവിടെ എൻട്രി എടുക്കാൻ പറ്റാത്തവർക്ക് തന്നെ ഇവിടെ ഒരു 20 MA വീണ്ടും ഒരു രണ്ടാമത് എൻട്രി കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കിയിരുന്ന് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ട്രേഡിംഗ് എടുക്കാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി അതുപോലെ നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി ഇടയ്ക്ക് നല്ലൊരു പ്ലസ് വന്നായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് താഴെ വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈ, അതായത് പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ചിൽ പോയി ടച്ച് ചെയ്തു ഇറങ്ങി. നമുക്കിവിടെ എൻട്രി എടുക്കാം. ഇവിടെ ഒരു എൻട്രി എടുത്താൽ 48,200 റേഞ്ചിൽ എൻട്രി എടുത്താൽ CPR വെച്ചോ 20 MA വെച്ചൊക്കെ എടുക്കുന്നവർക്ക് ഏകദേശം 700-800 പോയിൻറ്റിൻ്റെ നല്ല ചാൻസ് തരുന്നുണ്ട്. 20 MA വെച്ചിട്ട് ഇവിടെ എടുക്കാം, ഇവിടെ ഒരു എൻട്രി എടുക്കാം, അതുപോലെ ഇവിടെ ഒരു എൻട്രി എടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു എൻട്രി വരുന്നുണ്ട്. 3 എൻട്രി കിട്ടുന്നുണ്ട്. ഫസ്റ്റ് എൻട്രി കിട്ടിയവർക്ക് റിസ്ക് എടുക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് മാത്രമാണ്, ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇലക്ഷൻ്റെ ഊഹാപോഹങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഹെവി മൂവ്മെൻറ്റ് കാണിക്കുന്നത്. വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണെങ്കിൽ 18.20, ഇന്നും 6%. അപ്പോൾ 18 എന്നൊക്കെ പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ. നല്ല രീതിയിൽ നല്ല പ്രാക്ടീസിലേക്ക് നല്ല രീതിയിൽ ബൈ ചെയ്താലും സെല്ല് ചെയ്താലും ലോസ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ കഴിവതും പുതിയതായിട്ടൊക്കെയുള്ള ആൾക്കാർ ഇതിൻ്റെയൊക്കെ ട്രേഡിംഗ് രീതികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അതിന് ശേഷമേ മാർക്കറ്റ് ഒന്ന് ഇതാകത്തുള്ളൂ, സെറ്റിലാകത്തുള്ളൂ. അതുവരെയും ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. ഓരോ ഫേസ് ഇലക്ഷൻ കഴിയുമ്പോഴും അതിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് വരും. അപ്പോൾ ഓൾറെഡി ബാങ്ക് കുറച്ച് വീക്ക്നെസ്സാണ് കാണിക്കുന്നത്. എന്തായാലും നാളെ എനിക്ക് ഒരു ചാൻസ്, ഒരു ബൈങ് ചാൻസ് തോന്നുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിയിൽ ഇന്നത്തെ ഈ ലോ ലോയോ അതിന് താഴെ S1 റേഞ്ചിലോ പോയിട്ട് തിരിച്ച് ഈ ലോയുടെ മുകളിൽ കയറുകയാണെങ്കിൽ ചിലപ്പം ഈ റേഞ്ച് 21,900 ആ റേഞ്ച് നിന്ന് ചിലപ്പോൾ 22,200 റേഞ്ച് വരെ വരാനുള്ളൊരു ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. ഡേ ബേസിലൊന്ന് നോക്കട്ടെ. ഇത് കണ്ടില്ലേ, നേരത്തെ ഇതുപോലെ ഒരു 21,810 അതിൻ്റെ താഴെ ഒരു ജസ്റ്റ് ഒരു പിന്നെ കണ്ടിന്യൂസ് കയറ്റമായിരുന്നു. അപ്പോൾ ഇതിവിടെയും എനിക്ക് ഈ റേഞ്ച് ഇത്രയും വരുമെന്ന് അറിയത്തില്ല. ഈ ലോ അടിച്ചിട്ട് കയറുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ചാൻസിന് സാധ്യത കൂടുതലാണ്. എന്തായാലും നോക്കി ചെയ്യുക. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നാളെ ചിലപ്പോൾ ഇച്ചിരി പ്ലസ് നിന്നെന്ന് വരാം. എന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നോക്കി ട്രേഡ് എടുക്കുക. മാർക്കറ്റിൻ്റെ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ട്രേഡിംഗ് രീതികളും മാറ്റണം. ഷെയർ മാർക്കറ്റ് എങ്ങനെ നാളെ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞിരുന്നാൽ നമുക്ക് പണി കിട്ടും. മാർക്കറ്റിൻ്റെ രീതി അനുസരിച്ച് നമ്മളും ട്രേഡ് മാറ്റണം. ഇപ്പോൾ നാളത്തെ ദിവസം നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ ഒരു 10 ഷെയർ, ഈ 10 ഷെയറിൻ്റെ നമുക്ക് വലിയ ഗുണമുള്ള ഷെയർ എന്ന് പറയാൻ അധികം ഇല്ല. ഈ ആദ്യത്തെ 2-3 ഷെയർസിനകത്തൊക്കെ നല്ല ഈ പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും. ഗോഡ്ഫ്രേ ഫിലിപ്പും അതുപോലെ തന്നെ ഈ R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ്. അതല്ല 3,500 മുകളിൽ പോയിട്ടൊന്ന് ഇറങ്ങുവാണെങ്കിലും ഒരു ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. പിന്നെ TVS മോട്ടർ, ഇതിനകത്തും ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്തടുത്ത്. അപ്പോൾ ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുന്നുണ്ടാൽ നമുക്കൊരു ചാൻസ് കിട്ടും. പിന്നെ ഈ ഷെയറൊക്കെ വേറെ ഷെയറുകൾ നല്ല ഷെയറുകൾ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. പക്ഷേങ്കിൽ ഇതിനകത്തൊന്നും നമ്മളധികം ഹെവി ട്രേഡ് ചെയ്യരുത്. അതുപോലെ ഈ ADF ഫുഡ് എനിക്ക് തോന്നുന്നു റിസൾട്ട് കുറച്ച് നല്ലതായിട്ട് വന്നുകൊണ്ടാണത്
ഇന്ന് കയറി നിൽക്കുന്നത്. നാളെ അറിയാം, നാളെ എന്തായാലും നമുക്ക് ഈ 200 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്കൊരു ചാൻസ് എടുക്കാം. വിജയ എന്ന് പറയുന്നത് ഇതും റിസൾട്ട് ബേസ്ഡ് മൂവ്മെൻ്റാണ്. അപ്പം അധികം നമ്മളെന്ത് ചെയ്യരുത്, വെയിറ്റ് ചെയ്യരുത്. ചാൻസ് വന്ന് ഇറങ്ങുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് മാറണം. ഇത് കയറിപ്പോൻ ചാൻസ് കൂടുതലുള്ള ഷെയറാണ്. അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, കൂടുതലും ചെയ്യാതിരിക്കുക. പിന്നെ ട്രേഡിങ്ങിന് ചാൻസ് കിട്ടി പെട്ടെന്ന് സ്കാൽപ്പിംഗ് മോഡൽ എൻട്രി ചെയ്ത് മാറുന്നവർക്ക് ചാൻസ് എടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാത്തവരെ എൻട്രി ചെയ്യരുത്, ആ ഷെയറിനകത്ത് ഷോർട്ട് സെറ്റ് ചെയ്യരുത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ നോക്കുന്നത് ഈ ഇറിസ് എന്ന് പറയുന്ന ഈ ഷെയർ, സ്മാർട്ട് ലിങ്ക്, ഇതെല്ലാം ലെവലുകൾ വന്നു തരുവാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ വിട്ടേക്കും, അങ്ങനെ വിട്ടേക്കും, ചാൻസ് എടുക്കത്തില്ല. TVS മോട്ടർ, കജാരിയ സെറാമിക്, മാൻഡം, ഇതൊക്കെ ഈ R1 റേഞ്ചിൽ നിന്നോ ഇന്നത്തെ ഹൈയുടെ മുകളിൽ നിന്നൊക്കെ താഴോട്ടിറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. എടുത്തിട്ട് നോർമൽ നല്ലൊരു വലിയ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ ചെയ്യരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 10 ഷെയർ മാത്രമേ ഉള്ളൂ. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയർ, അതിൽ നമ്മൾ 16 ഷെയറാണ് എടുത്തിരുന്നത്. അതിൽ 16 ഷെയറിൽ നമുക്ക് 12 ഷെയറും നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ നല്ല ഒന്നാം തരം പ്രോഫിറ്റ് എല്ലാവർക്കും കൊടുത്തു. പക്ഷേ എത്ര പേർക്ക് പ്രോഫിറ്റ് കിട്ടിയതിനെ ഗ്രൂപ്പിൽ കുറേ പേർക്ക് പ്രോഫിറ്റ് കാണിക്കുന്ന കണ്ടു. എന്തായാലും ഇത്രയും ഷെയർ 16 ഷെയർ എടുത്തതിൽ നമുക്ക് 12 ഷെയർ, അതായത് ശിവം മിൽസ്, KECL, PDMJ പേപ്പർ, ഹെറിറ്റേജ് ഫുഡ്, തേഗ, പിന്നെ ഹഡ്കോ, KCL, ഹിന്ദുസ്ഥാൻ സിങ്ക്, NBCC, HG ഇൻഫ്ര, ട്രൈ ടർബൈൻ, സൂര്യ റോഷിനി, ഇത്രയും ഷെയർ നല്ല ഒന്നാം തരം ചാൻസ് ആണ്. സൂര്യ റോഷിനി നമുക്ക് ഈ ആവറേജ്, ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവറേജിന് മുകളിൽ 45 ആ റേഞ്ചിലൂടെ പോയിട്ടിറങ്ങുവാണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞത്. ആവറേജ് 641ആണ്, 49 വരെ പോയിട്ടാണ് അത് ഇറങ്ങുന്നത്. നമുക്ക് നോക്കാതെ ഗ്രാഫിൽ ജസ്റ്റ് ഒന്ന് നോക്കി, ഇപ്പം 12 ഷെയർ ഒരു 5-6 ഷെയർ നോക്കിയാൽ മതി. ബാക്കി എല്ലാം സെയിം മൂവ്മെൻറ്റ് തന്നെ. സൂര്യ റോഷ്നി, സൂര്യറോഷിനി നമുക്ക് 641 താഴെ വരുമ്പോൾ എൻട്രി എടുക്കാവുന്നതായിരുന്നു പറഞ്ഞിരുന്നു. ഇവിടെ നോക്കി, ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് 649 വരെ പോയി. അതിനുശേഷം 641 നമുക്ക് ഈ 41 റേഞ്ചിൽ എൻട്രി എടുത്ത് 41 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 22-18 ലാസ്റ്റായപ്പോൾ അത് 11, ഏകദേശം 30 രൂപ പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ട് ഫുൾ ഡേ. അതിനുശേഷം PDM ഒക്കെ ഹെവി പ്രോഫിറ്റാണ്, നല്ല ക്വാണ്ടിറ്റി വെച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഓപ്പണിങ് പ്രീവിയസ് ഹൈയുടെ മുകളിൽ പോയി, R1 മുകളിൽ പോയി. അതിനുശേഷം R1 താഴെ ഇറങ്ങി, R2 പോയില്ല. അപ്പോൾ നമുക്കിവിടെ എൻട്രി എടുക്കാം. 95 റേഞ്ചിൽ എൻട്രി എടുത്താൽ ലാസ്റ്റിലത് 86. ഇത്രയും ചെറിയ ഷെയർ ഒരു 13% പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. താഴെ വൺ സൈഡ് മൂവ്മെൻറ്റ്, സൂപ്പർ പ്രോഫിറ്റായിരുന്നു അത് തന്നിരുന്നത്. അതിനുശേഷം KCL, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി, R1 പോയില്ല. നമ്മളന്നേരം ഇവിടെ എൻട്രി എടുത്താൽ 899 വരെ എൻട്രി എടുത്താൽ എനിക്ക് വൺ സൈഡ് മൂവ്മെൻറ്റ്. മാർക്കറ്റും അതുപോലെ തന്നെയായിരുന്നു. 820, ഏകദേശം 72 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും കാണിക്കുന്നുണ്ട്. അതിനുശേഷം HG ഇൻഫ്ര ഒക്കെ സൂപ്പർ ചാൻസ് ആയിരുന്നു. അതൊക്കെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ, പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഇറങ്ങി പോകായിരുന്നു ഷെയറൊക്കെ. HG ഇൻഫ്ര ഓപ്പണിങ് ഇവിടെ വന്നു, R1 മുകളിൽ കയറി ഇറങ്ങി.
1216 റേഞ്ചിലോ അല്ലെ 15 ആ റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്താൽ നോക്കിയേ, വൺ സൈഡ് മൂവ്മെൻറ്റ് 1159, 1128, ഏകദേശം 100-120 രൂപയുടെ പ്രോഫിറ്റ്. അല്ല, 1194 ഏകദേശം 70 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ട്രൈ ടർബൈൻ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. അതെ, ഹൈ അടിച്ചു, ഇറങ്ങി. നോക്കിയേ, 580 എന്നത് 553, 27 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഷെയറുകളെല്ലാം ഇതേ സെയിം മൂവ്മെൻറ്റ് തന്നെ, ഹെവി മൂവ്മെൻറ്റ്, നല്ല പ്രോഫിറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നോക്കി നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പറയുന്നത് എങ്ങനെയാണ് ട്രേഡിംഗ് എടുക്കുന്നതെന്നുള്ള ആ രീതിയെ പറ്റിയുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കാം. പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.